ലോകമെമ്പാടും വരുന്ന ഒരുപാടധികം ജനങ്ങളാണ് യൂട്യൂബ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിനംപ്രതി ഒരുപാടധികം യൂട്യൂബ് ചാനലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 2024 കേരളത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന 10 യൂട്യൂബ് ചാനലുകൾ ഏതൊക്കെയാണെന്നാണ്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് തന്നെ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വാർത്താ ചാനലുകൾ, അതായത് മനോരമ, ഏഷ്യാനെറ്റ് ന്യൂസ് അത്തരത്തിലുള്ള ചാനലുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ കരിക്ക് പോലുള്ള ഈ പറയുന്ന ഷോർട്ട് ഫിലിം, വെബ് സീരീസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനലുകളും നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നീട് ഫേസ് റിവീൽ ചെയ്യാതെ ഗെയിം കളിക്കുന്ന ചില ചാനലുകളുണ്ട്. ആ ചാനലുകളും നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഫേസ് കാണിച്ചുകൊണ്ട് വളരെ ഫെമിലിയർ ആയിട്ട് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നേടിക്കൊണ്ട് 2024 ആദ്യ 10 സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്ന യൂട്യൂബ് ചാനലുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട യൂട്യൂബർ ആരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 10ാമത്തെ പേര്, നമുക്ക് 10ൽ നിന്ന് 1ലേക്ക് പോകാം, അതാണ് ഇന്ന് തോന്നുന്നു കുറച്ചുകൂടി നല്ലത്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ 10ാമത്തെ പേര് മറ്റാരുമല്ല, ഫിഷിംഗ് ഫ്രീക്സ്. സെബിൻ സിറിയാക്ക് എന്ന് പറഞ്ഞ വ്യക്തി ഹോസ്റ്റ് ചെയ്യുന്ന ഫിഷിംഗ് ഫ്രീക്സ് ആണ് 10ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഫിഷിംഗ് ഫ്രീക്സിന്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 3.58 മില്യൺ, അതായത് 30,58,000 സബ്സ്ക്രൈബേഴ്സ് ആണ് ഫിഷിംഗ് ഫ്രീക്സിന് നേടാനായിട്ട് സാധിച്ചത്. ഒരുപാടധികം നല്ല നല്ല ഫിഷിംഗ് വീഡിയോസും അതുപോലെ തന്നെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളരെ നല്ല ഒരു മികച്ചൊരു യൂട്യൂബറാണ് സെബിൻ സിറിയാക്ക്. വളരെ നല്ലൊരു മനുഷ്യനുമാണ് പുള്ളിക്കാരൻ. ആ ഒരു വീഡിയോ ഒക്കെ കണ്ടറിയാം, അവരുടെ ഫാമിലി ബോണ്ടും ആ ഒരു വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമ്മുടെ സെബിൻ സിറിയാക്കിൻ്റെത്. ഞാൻ സെബിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടുവരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു യൂട്യൂബർ കൂടിയാണ് സെബിൻ സിറിയാക്ക്. ഫിഷിംഗ് ഫ്രീക്സ് ആണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 10ാമത്തെ പേര്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 9ാമത്തെ പേര് മറ്റാരുമല്ല, അർജു ആണ്. നമ്മുടെ ട്രോളനായിട്ടുള്ള അർജു, നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള അർജു ഇപ്പൊ കുറച്ചുകൂടി ട്രെൻഡിങ്ങിൽ ഓടുന്നുണ്ട്. കാരണം അർജു നമ്മുടെ സിഗ്മ മെയിൽസിന്റെ തലസ്ഥാനത്തെ പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ അപർണ പ്രേംരാജ് ആയിട്ടുള്ള അർജുന്റെ ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രണയം ഇതാ തുറന്നു പറഞ്ഞിരിക്കുന്നു. അപ്പോ നമ്മുടെ അക്ഷയ് വ്ളോഗറിനെ പിടിച്ചുകൊണ്ട് പ്രസിഡന്റ് ആക്കിയിട്ട് അർജുനെ എടുത്ത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും അർജു ആണ് നമ്മുടെ ലിസ്റ്റിൽ 9ാമത്തെ പേര്. അർജുന് 3.74 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. അതായത് 30,74,000 സബ്സ്ക്രൈബേഴ്സ് ആണ് അർജുന് ഇത്രയും നാളുകൊണ്ട് സമ്പാദിക്കാൻ സാധിച്ചത്. വളരെ ചുരുക്കം വീഡിയോസ് മാത്രമാണ് അർജുന്റെ ചാനലിൽ ഇട്ടിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്തൊരു യൂട്യൂബ് ചാനലാണ് അർജുൻ്റെത്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ 8ാമത്തെ പേര് മറ്റാരുമല്ല, അൺബോക്സിംഗ് ഡ്യൂഡ്. കുറച്ചു നാൾ മുന്നുവരെയൊക്കെ ഒരുപാട് പേര് ഭയങ്കര താല്പര്യത്തോടു കൂടി കണ്ടുവരുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു. ഇപ്പൊ കുറച്ച് വ്യൂവേഴ്സ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും അൺബോക്സിംഗ് ഡ്യൂഡിനും നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് 2024 കൂടിയിട്ടുണ്ട്. 3.94 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അൺബോക്സിംഗ് ഡ്യൂഡിനുള്ളത്. അതായത് 30,94,000 സബ്സ്ക്രൈബേഴ്സ് ആണ് അൺബോക്സിംഗ് ഡ്യൂഡിന് ഇതുവരെ സമ്പാദിക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും അൺബോക്സിംഗ് ഡ്യൂഡിന്റെ ചാനൽ കാണുന്നത് കുറെയൊക്കെ കുട്ടികളായിരിക്കും. കുട്ടികൾ കുറെ അൺബോക്സിംഗ് വീഡിയോസും ടോയ്സും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന പിള്ളേരാണ് ഏറ്റവും കൂടുതൽ അൺബോക്സിംഗ് ഡ്യൂഡിന്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇടക്ക് ആമസോൺ എന്തോ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസും കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അൺബോക്സിംഗ് ഡ്യൂഡാണ് നമ്മുടെ ലിസ്റ്റിൽ 8ാമത്തെ പേര്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 7ാമത്തെ പേര് മറ്റാരുമല്ല, ചട്ടംബീസ്. നമുക്കറിയാം വളരെ മികച്ചൊരു യൂട്യൂബ് ചാനലാണ് ചട്ടംബീസ് എന്ന് പറയുന്നത്. ആനി, ആഷ്ന, അതോടൊപ്പം തന്നെ നമ്മുടെ ജോഷുവ, എബിൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര്, പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് ആ ഒരു യൂട്യൂബ് ചാനലിന്റെ ഭാഗമായിട്ട് ഷോർട്ട് വീഡിയോസ് ആണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. വളരെ മികച്ച രീതിയിലുള്ള ഷോർട്ട് വീഡിയോസും അതുപോലെ തന്നെ അടിപൊളി ചാനലാണ്. അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ചട്ടംബീസിന് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 4.94 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. അതായത് 40,94,000 സബ്സ്ക്രൈബേഴ്സ് ആണ് ഇത്രയും നാളുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ചട്ടംബീസ് എന്ന യൂട്യൂബ് ചാനലിനെ നേടാനായിട്ട് സാധിച്ചത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 6ാമത്തെ പേര് മറ്റാരുമല്ല, വീട്ടമ്മമാര് സ്ഥിരമായിട്ട് കാണുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഷമ്മീസ് കിച്ചൺ ഇത്രയും നാളായിട്ട് നേടാൻ സാധിച്ചത് 5.13 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. അതായത് 50,13,000 സബ്സ്ക്രൈബേഴ്സ് ആണ് ഷമ്മീസ് കിച്ചൺ ഇത്രയും നാളായിട്ട് നേടാനായിട്ട് സാധിച്ചത്. ഒരു അടിപൊളി കുക്കിംഗ് ചാനലാണ്. വെറൈറ്റി ഫുഡ്
ഉണ്ടാക്കിയിട്ട് എന്താണ് അപ്ലോഡ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വീട്ടമ്മമാരാണ് ആ ഒരു ചാനലിന്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും അടിപൊളിയായിട്ട് ഫുഡ് റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി ചാനലാണ് സമ്മീസ് കിച്ചൺ. എന്തൊക്കെയാണെങ്കിലും അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ 5ാമത്തെ പേര് മറ്റാരുമല്ല, മനീഷ് വിഷ്ണു. മനീഷ് വിഷ്ണു നമുക്കറിയാം ഒരുപാട് ഷോർട്ട് വീഡിയോസ് ആണ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ അമ്മായിയമ്മ, ഭാര്യ, ഭർത്താവ്, കുട്ടി, അങ്ങനെയൊക്കെ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലാണ്. അതിലുപരി തന്നെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. എന്നൊക്കെയാണെങ്കിലും മനീഷ് വിഷ്ണുവിന് ഒരുപാടധികം സബ്സ്ക്രൈബേഴ്സ് ഈ പറയുന്ന 2024 കൂടി വന്നത്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 8.22 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. അതായത് 80,22,000 സബ്സ്ക്രൈബേഴ്സ് ആണ് വിഷ്ണുവിന് ആ ഒരു ചാനലിലൂടെ നേടാനായിട്ട് സാധിച്ചത്. അവർക്ക് പിന്നെയും ചാനലുകളുണ്ട്, ഏകദേശം 2 മില്യൺ 1 മില്യൺ ഒക്കെ ഉള്ള സെക്കൻഡും തേർഡും ചാനലുകളൊക്കെ ഉള്ള ഒരു വലിയ യൂട്യൂബറാണ് മനീഷ് വിഷ്ണു എന്ന് പറയുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 4ാമത്തെ പേര് മറ്റാരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള VFC വില്ലേജ് ഫുഡ് ചാനൽ, നമ്മുടെ ഫിറോസ് ചുറ്റിപ്പാറയുടെ വില്ലേജ് ഫുഡ് ചാനലാണ്. നമ്മുടെ രതീഷെ അതിനിങ്ങ് പിടിച്ചോ, ഇതിന് അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാമ്പിനെയും പഴുതാരനെയും മുതലനെയും ഒക്കെ കണ്ണി കണ്ടതിനെയൊക്കെ നമ്മുടെ ഫിറോസ് അടിച്ച് ഗ്രില്ലാക്കി കൈ തരും. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ട്രോളുകളാണ് നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും വില്ലേജ് ഫുഡ് ചാനലാണ് നമ്മുടെ ലിസ്റ്റിൽ 4ാമത്തെ പേര്. വില്ലേജ് ഫുഡ് ചാനലിന് 8.31 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതായത് 80,31,000 സബ്സ്ക്രൈബേഴ്സ് ആണ് വില്ലേജ് ഫുഡ് ചാനലിന് ഈ സമയത്ത് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ 4ാമത്തെ പേരാണ് ഫിറോസ് ചുറ്റിപ്പാറയുടെ വില്ലേജ് ഫുഡ് ചാനൽ. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ 3ാമത്തെ പേര് മറ്റാരുമല്ല, M4Tech. നമ്മുടെ ജിയോ മച്ചാനും പ്രവീൺ മച്ചാനും ഒന്നിച്ച് നടത്തുന്ന M4Tech എൻ്റെ നാട്ടുകാരനും കൂടിയാണ്. അപ്പോൾ M4Tech ആണ് നമ്മുടെ ലിസ്റ്റിൽ 3ാമത്തെ പേര് എന്ന് പറയുന്നത്. M4Techന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് 13 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, അതായത് 13.2 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, ഏകദേശം 1,32,00,000 സബ്സ്ക്രൈബേഴ്സ് ആണ് ഇത്രയും നാളായിട്ട് ഈ പറയുന്ന M4Techന്, ജിയോ മച്ചാനും പ്രവീൺ മച്ചാനും ഒന്നിച്ച് നടത്തുന്ന M4Techന് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും വളരെ മികച്ചൊരു ടെക് ചാനലാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ ടെക് ചാനലുകളിൽ ഒന്നാണ് ഈ പറയുന്ന M4Tech എന്ന് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഒരു കാലത്ത്, അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനലായിരുന്നു M4Tech. ഇടയ്ക്ക് ചില ആളുകളൊക്കെ അതിനെയൊക്കെ കടത്തി വെട്ടി ഒരുപാട് മുന്നിലേക്ക് പോയി. എന്തൊക്കെയാണെങ്കിലും M4Tech അതിന്റെ പ്രൗഢിക്ക് യാതൊരു കുറവും വരാതെ ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും നിന്ന് പോകുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല വീഡിയോസ് M4Tech എന്ന യൂട്യൂബ് ചാനലിലൂടെ ജിയോ മച്ചാനും പ്രവീൺ മച്ചാനും കൂടി പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 3ാമത്തെ പേരാണ് M4Tech. അടുത്തതായിട്ട് 2ാമത്തെ പേര് മറ്റാരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കും. ടോം ആൻഡ് ജെറി വീഡിയോസ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ ട്രെൻഡിങ്ങിൽ കയറിയ ഒരു ഫാമിലിയാണ് സംഗീത് കുമാർ ആൻഡ് ഫാമിലി. സംഗീത് കുമാറിലെ ഈ പറയുന്ന സംഗീതായാലും അനിയനായാലും ഭാര്യയായാലും ഈ പറയുന്ന അവരുടെ ആ ഒരു മോനായാലും അടിപൊളിയായിട്ട് ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞ ആ ഒരു സ്കിറ്റൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് സംഗീത് കുമാർ ആൻഡ് ഫാമിലി. എന്തൊക്കെയാണെങ്കിലും അവർക്കിപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച 2ാമത്തെ ചാനൽ ആവാനായിട്ട് വളരെ പെട്ടെന്ന് സാധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന 2024 ഒരുപാടധികം സബ്സ്ക്രൈബേഴ്സ് കൗണ്ടാണ് സംഗീത് കുമാർ ആൻഡ് ഫാമിലി എന്ന യൂട്യൂബ് ചാനലിന് നേടാനായിട്ട് സാധിച്ചത്. അവർക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് 13 മില്യൺ, അതായത് 13.7 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. 1,37,00,000 സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ നാളുകൾ കൊണ്ട് നേടാനായിട്ട് സംഗീത് കുമാർ ആൻഡ് ഫാമിലിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ മികച്ച രീതിയിലുള്ള കണ്ടന്റുകൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും ജനങ്ങൾ അവരെ തേടി വരുന്നത്. അപ്പോൾ 1,37,00,000 സബ്സ്ക്രൈബേഴ്സ് ആണ്. 1,37,00,000 സബ്സ്ക്രൈബേഴ്സ് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നേടാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. എന്നൊക്കെയാണെങ്കിലും കേരളത്തിൽ ഏറ്റവും മികച്ച 2ാമത്തെ ചാനൽ ആവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് 1ാമത്തെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും പേര് പറയുന്നതിന് മുന്നേ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. KL ബ്രോ, ബിജു ആൻഡ് ഋത്വിക്. മറ്റാർക്കും ഒരിക്കലും അതിനെ കടത്തി വെട്ടാൻ പോലും പറ്റില്ല എന്നാണ് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അടിച്ചു കയറുകയാണ്. ഓരോ മിനിറ്റിലും ആയിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കയറുന്ന രീതിയിലാണ് അവരുടെ ആ ഒരു ചാനലിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 52.4, അതായത് 52.4 സബ്സ്ക്രൈബേഴ്സ്. അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5,24,00,000 സബ്സ്ക്രൈബേഴ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 5,24,00,000 സബ്സ്ക്രൈബേഴ്സ്. നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ ജനസംഖ്യ എന്ന് പറയുന്നത് തന്നെ 3.5 കോടിയാണ്. ആ 3.5 കോടിയിൽ 5,24,00,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന്
ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ കണ്ടന്റുകളുടെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ്. ഷോർട്ട് വീഡിയോസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ലോങ് വീഡിയോസും അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് തന്നെ വ്ളോഗും കാര്യങ്ങളും ചെയ്യാറുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവരുടെ ഭാഷ എന്ന് പറയുന്നത്. ആ ഒരു ഭാഷയൊക്കെ കേട്ട് ഒരുപാട് പേർക്ക് അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം അത് കേട്ടിരിക്കാനൊക്കെ ഒരു വല്ലാത്ത സുഖമാണ്. കാരണം അവരുടെ ഫാമിലിയുടെ ബോണ്ടും അവരുടെ സംസാരവും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അടിപൊളി ചാനലാണ്. പിന്നീട് അവരുടെ ജീവിതശൈലി അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് കുറച്ച് കാശുണ്ടാവുമ്പോൾ തന്നെ ബെൻസ് കാറ്, ഔഡി കാറ്, ഐഫോണ്, വലിയ കാട്ട വീട്, ഫ്ലാറ്റ് ഒക്കെ എടുത്തിട്ട് അതൊക്കെ വീഡിയോസ് ആയിട്ട് കാണിക്കും. ഇതൊന്നും തെറ്റുന്നല്ല, ഇതൊന്നും ഒരിക്കലും തെറ്റല്ല. അവരുടെ ഹാർഡ് വർക്കിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന എമൗണ്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവർക്ക് മാത്രം തീരുമാനിക്കാനുള്ള അവകാശമുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ പറയുന്നതല്ല. പക്ഷേ ഇവരുടെ ജീവിതശൈലി എന്ന് പറയുന്നത് അടിപൊളിയാട്ടോ. ഇവർ ആഡംബരങ്ങളൊന്നും കാണിക്കാറില്ല. വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഈ പറയുന്ന KL ബ്രോസ്, ബിജു ആൻഡ് ഋത്വിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ആ ഒരു വീട്ടുകാരെല്ലാവരും, അവിടുത്തെ അമ്മ, പിന്നെ KL ബ്രോ, പറയുന്ന ചേട്ടൻ, പിന്നെ അവിടുത്തെ മോൻ, എല്ലാവരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി അധികം ജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും കേരളത്തിന്റെ പുറത്തുനിന്നും ലോകമെമ്പാടും അവർക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ചാനലാകാനായിട്ട് 90% സാധ്യതയുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കേരളത്തിലെ തന്നെ യൂട്യൂബേഴ്സിന് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണത്. കേരളത്തിൽ തന്നെ എല്ലാവർക്കും അഭിമാനിക്കാം. കാരണം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനലാവാനായിട്ട് സാധ്യതയുള്ള 90% സാധ്യതയുള്ള ഒരേ ഒരു ചാനലാണ് ഈ പറയുന്ന KL ബ്രോസ്, ബിജു ആൻഡ് ഋത്വിക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല, KL ബ്രോസ്, ബിജു ആൻഡ് ഋത്വിക്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും 2024 കേരളത്തിലെ ഏറ്റവും മികച്ച 10 യൂട്യൂബ് ചാനലുകളുടെ പേരുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റുകളായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്